ഈ ഈസ്ട്രോജൻ ഡോമിനൻസ് കുറയ്ക്കാനുള്ള വേറൊരു മാർഗ്ഗം എന്ന് പറഞ്ഞാൽ ഈ ക്രൂസിഫറസ് വെജിറ്റബിൾസ് നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. പ്രധാനമായിട്ടും ബ്രോക്കോളി, ക്യാബേജ്, കോളിഫ്ലവർ എന്നിവ ഉപയോഗിക്കാം. ഈസ്ട്രോജൻ ഡോമിനൻസിനുള്ള ഒരു പ്രധാന കാരണം സീനോ ഈസ്ട്രോജൻ്റെ ഉപയോഗമാണ്. സീനോ ഈസ്ട്രോജൻ എന്ന് പറയുമ്പോൾ നമ്മൾ കോസ്മെറ്റിക്സുകൾ, ഡിയോഡറിൻ്റെ ഇങ്ങനെയുള്ള സാധനങ്ങൾ, അപ്പോൾ അങ്ങനെയുള്ള കെമിക്കൽസ് ആവുന്നത് ഒഴിവാക്കാൻ ശ്രമിക്കുകയും ചെയ്യാം. അപ്പോൾ ഇങ്ങനെയുള്ള ഭക്ഷണ രീതിയും ലൈഫ് സ്റ്റൈലും മാറ്റുന്നതിലൂടെ നമുക്ക് ഈസ്ട്രോജൻ ഡോമിനൻസും ഇൻഫ്ലമേഷനും കുറയ്ക്കാൻ പറ്റുന്നതായിരിക്കും. കൂടാതെ സ്ട്രെസ് എന്ന് പറയുന്നത് വേറൊരു കൾപ്രിറ്റാണ് രോഗം ഉണ്ടാക്കാനുള്ള. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്ട്രെസ് കുറയ്ക്കാനായിട്ട് പ്രാണായാമ, ബ്രീത്തിങ്, യോഗ, വിഷ്വലൈസേഷൻ, മെഡിറ്റേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഈസ്ട്രോജൻ ഡോമിനൻസും ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും അതേപോലെ എൻഡോമെട്രിയോസിസും ബാക്കിയുള്ള ഹോർമോണൽ ഇംബാലൻസ് കൊണ്ടുണ്ടാകുന്ന രോഗങ്ങളെ പൂർണ്ണമായിട്ട് മാറ്റാനും നമുക്ക് പറ്റുന്നതായിരിക്കും.